ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ഇനി 20 ഡേയ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജിനുള്ളത്. 18th ഹോൾ ടിക്കറ്റ് വന്നു തുടങ്ങും. അപ്പോൾ മനസ്സിലാകും ഫസ്റ്റ് സ്റ്റേജിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ എല്ലാവരും ഫസ്റ്റ് സ്റ്റേജ് കണക്കാക്കി പഠിക്കുന്നു. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോഴാണ് ഏകദേശം ഇപ്പോൾ ഈ പുതിയ സിലബസ് പാറ്റേണിൽ എന്തൊക്കെ ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. എനിവേസ്, ഈ ഒരു ലാസ്റ്റ് 20 ഡേയ്സിൽ നിങ്ങൾക്ക് ഇഫക്റ്റീവായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. സോ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സിലബസിലെ ഒന്ന് തൊട്ടുള്ള സബ്ജക്ട്സുകൾ ഒന്നിന്ന് തൊട്ടെല്ലാം വായിച്ചെടുക്കുക എന്ന് പറയുന്നത് മേ ബി കുറച്ച് പേർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത്, ഞാൻ ഇപ്പോഴും പറയുന്നു, എന്താണ്, ജസ്റ്റ് കംപ്ലീറ്റ്ലി ഗോ ത്രൂ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. ആ ഒരു മെത്തേഡും അറ്റ് ദ സെയിം ടൈം ഇന്ന് നമ്മൾ ഒരു കോൺസെപ്റ്റും, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഏരിയ, അത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 21 to 25 വരെയുള്ള കംപ്ലീറ്റ് പ്രിലിംസിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ നടന്ന PYQസും അതുപോലെ തന്നെ കുറച്ച് മെയിൻസിന്റെ സെലക്ടഡ് പേപ്പേഴ്സും നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സിന് വേണമെന്നുണ്ട് എങ്കിൽ മാർക്കഡ് ആൻസേഴ്സ് ഉള്ളത്, അതായത് നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ട് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ വേഗം വായിച്ചു പോകുക. ജസ്റ്റ് ഗോ ത്രൂ ദി ക്വസ്റ്റൻസ്, അതിന്റെ ആ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ ഏരിയാസ് കൂടുതൽ ഇനി ലാസ്റ്റ് മൊമെന്റ് ഒന്നും കൂടെ നോക്കണം, അതനുസരിച്ച് പഠിക്കണം എന്നുള്ളതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ചാനൽ കൂടിയായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്യുക. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലാസ്റ്റ് മൊമെന്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടർന്നും ഞാൻ ഇനി ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വൈസ് നമ്മുടെ ഒരു റിവിഷന്റെ ഭാഗമായിട്ട് എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ എന്ന് വെച്ചാൽ ബാക്ക് ഡ്രോപ്പിൽ LDC LGS VFAക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും അതുപോലെ അതായത് CRT ക്ലാസ്സും ഡെയിലി ടെസ്റ്റ് ഇടുന്നതുകൊണ്ട് എനിക്ക് ഈ ഫിലിംസിന് ടൈം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെപ്റ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട പ്രാധാന്യമുള്ള കാര്യങ്ങളുടെ ക്വസ്റ്റൻസ് നമുക്കൊന്ന് ഡിസ്കഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേലും ഞാൻ ഒരു ഡിസ്കഷനിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലോട്ട് കിടക്കാം. ഇതിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 2023 ഒരു ക്വസ്റ്റൻ പേപ്പറാണ്. സോ നമ്മളൊരു ക്വസ്റ്റൻ കാണുമ്പോൾ ഇതിപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് എന്താണ് ഇവിടുത്തെ ക്വസ്റ്റൻ? ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്. സോ നിങ്ങൾ റിവിഷന്റെ ഭാഗമായിട്ട് ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടത് പേഴ്സണൽ ഇൻകം, ഡിസ്പോസബിൾ ഇൻകം, NNP സംബന്ധിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആക്ച്വലി നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ് വരുന്നത്. ഈ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് +2 ഒരു ചാപ്റ്റർ ഉണ്ട് മാക്രോ ഇക്കണോമിക്സിൽ നിന്ന്. ഓക്കെ, അത് ചാപ്റ്റർ 2 ആണ്. ഞാൻ ഏതാന്ന് കാണിച്ചു തരാം. ഇതാണ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ളത്. ഇതിൽ കുറേയധികം ബേസിക് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ അണ്ടറിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദി ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. അല്ലെ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മോണിറ്ററി വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ മോണിറ്ററി വാല്യൂ ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഇയർ പോലെയല്ല. അത് April 1 തുടങ്ങി അടുത്ത March 31 അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയാം. ഓക്കെ, അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിന്റെ ആകെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ മോണിറ്ററി വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. മണി വാല്യൂ അല്ല. മണി വാല്യൂ എന്നുള്ളൊരു വേർഡ് കണ്ടാൽ പോലും അത് തെറ്റാണ്, നിങ്ങൾ അത് എടുക്കരുത്. ഓക്കെ, മോണിറ്ററി വാല്യൂ എന്നേ എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒരു സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നത് പഞ്ചസാരയുണ്ട്, ഓയിൽ ഉണ്ട്, അല്ലെ, പല യൂണിറ്റുകളിലുള്ള സാധനങ്ങളുണ്ട്. ടണ്ണ്, ലിറ്റർ, കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് പല യൂണിറ്റ്സ് ഉള്ളതുണ്ട്. ഇതിനെയൊക്കെ ഒരു കോമൺ യൂണിറ്റിലേക്ക് ആക്കാൻ ഏറ്റവും എളുപ്പം അതിന്റെ യൂണിറ്റ് പ്രൈസിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺവേർഷൻ എടുത്തിട്ടാണ് മോണിറ്ററി വാല്യൂ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ മണി വാല്യൂ എന്ന് കണ്ടാൽ അത് എടുക്കരുത്, മോണിറ്ററി വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നാഷണൽ ഇൻകം. ഈ നാഷണൽ ഇൻകം ഒരു രാജ്യത്തിന്റെ മെയിൻലി കിട്ടുന്നത് ഏതൊക്കെ സെക്ടേഴ്സിൽ നിന്നാണ്? നമുക്ക് യൂഷ്വലി അറിയാവുന്ന പ്രൈമറി സെക്ടറായ അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡറി സെക്ടറായ ഏതാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെർഷ്യറി സെക്ടർ ആയ സർവീസ് സെക്ടർ. ഒരു രാജ്യം എന്തിനാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നു? ഒന്നിനും വേണ്ടിയിട്ടല്ല. എന്താണ്, ഈ പറയുന്ന പല സെക്ടേഴ്സിൽ നിന്നും എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഒരു രാജ്യത്തിന്റെ എക്കണോമിക്ക് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം, ഇനി ഗവൺമെന്റ് ഏതൊക്കെ പോളിസീസ് പല മേഖലകളിൽ കൊണ്ടുവരാനുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കണക്കാക്കുന്നത്. പക്ഷേ ഈ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലെ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഉൾപ്പെടില്ല. ഓക്കെ, സം ഐറ്റംസ് ആർ എക്സ്ക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തില്ല. ഒന്ന്, ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, അതായത് ഇപ്പോൾ സബ്സിഡീസ്, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇതൊന്നും അതിൽ ഉൾപ്പെടില്ല. കാരണം അത് രാജ്യത്തിന്റെ വരുമാനം എന്നുള്ളതിൽ വരില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതുപോലെ യൂസ്ഡ് ഗുഡ്സിന്റെ സെയിൽ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് വീണ്ടും അതിനെ വിൽക്കുകയാണെങ്കിൽ അത് ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തിൽ വരില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇല്ലീഗൽ ട്രേഡ്, അങ്ങനത്തെ, അതായത്
ചില സംഭവത്തിന്റെ ഇതിൽ വരുന്ന ഇല്ലീഗൽ ട്രേഡ്, ഇത് ഞാൻ ജസ്റ്റ് അറിവിലേക്ക് പറയുന്ന കേട്ടോ, അതും എന്തിൽ വരില്ല, ഇതിൽ വരില്ല. 4 ഹൗസ് ഹോൾഡ് സർവീസസ്. ഒബ്വിയസ്ലി ഒരു രാജ്യത്തിന്റെ ഇതിൽ വരുന്നതല്ലോ ഹൗസ് ഹോൾഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ കുറച്ച് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഐറ്റംസ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ബൈ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്നുള്ളത് ചിലപ്പോൾ ഒരു ചോദ്യം വന്നാലോ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പറയട്ടെ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. 1 പ്രോഡക്റ്റ് മെത്തേഡ്, 2 ഇൻകം മെത്തേഡ്, 3 എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ ഓരോ മെത്തേഡ്സും എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ മെയിൻ ലക്ഷ്യം GDP-യിലേക്ക് എത്തണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ, വായിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്നുള്ളത് ആ ഒരു പോർഷൻ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതെല്ലാം വായിച്ച് ഇക്വേഷൻസ് ഒന്നും നോക്കണമെന്ന് ഞാൻ പറയില്ല. ഇനി നമ്മൾ നാഷണൽ ഇൻകത്തിലേക്കാണ് എത്തുന്നത് അല്ലേ. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് പലതുണ്ട്. ദർ ആർ വേരിയസ് മെഷേഴ്സ് ഓഫ് നാഷണൽ ഇൻകം. ബേസിക് ആയിട്ടുള്ള നാഷണൽ ഇൻകം അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞത് ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്ഥിരം ചോദിക്കാറുണ്ട്. ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ക്വസ്റ്റൻ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാലും മതി. ഓക്കെ, അത് അത്രയും നല്ലതാണ് ഈ ഒരു ടേബിൾ മാത്രമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്? എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെ. ഒരു രാജ്യത്തിന്റെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇപ്പൊ ഒരു രാജ്യത്തിന്റെ അതിന്റെ ടെറിട്ടറിയുടെ ഉള്ളിൽ, ഓക്കെ, അതിന്റെ കൺട്രോളിൽ വരുന്ന ടെറിട്ടറിയുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫൈനൽ മോണിറ്ററി വാല്യൂ ആണ് GDP കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിയുടെ ഉള്ളിലാണെങ്കിൽ രാജ്യത്തിന്റെ, അതായത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യക്കാർ പല സ്ഥലത്തും വേറെ സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട്. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ളവർ, അത് നമ്മളുടെ GDP-യുടെ ഭാഗമാണോ? അല്ല. അതുപോലെ തന്നെ അവിടെ ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് നമ്മളുടെ GDP-യുടെ ഭാഗമാണോ? അല്ല. സോ വൈൽ വി ആർ കൺസിഡറിങ് GDP, അത് അതിന്റെ ഭാഗമല്ല. ഇനി മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റുകൾ. ഒരു പ്രൊഡക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ചെരുപ്പിന്റെ കമ്പനിയാണെന്ന് വിചാരിക്കാം. ഈ ചെരുപ്പ് ഉണ്ടാക്കണം എന്നുള്ള അതിന്റെ മെറ്റീരിയൽസ് വേണം അല്ലെ. അപ്പോൾ ഈ പറയുന്ന മാനുഫാക്ചറിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം പ്രൊഡക്ഷന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ലാൻഡ്, അയാൾക്ക് ആ ഇൻഡസ്ട്രി കൊണ്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ലാൻഡ് വേണം. ദെൻ തൊഴിലാളികൾ, ലേബർ വേണം അല്ലെ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മൂലധനം വേണം. ദെൻ ഓൺട്രപ്രണർഷിപ്പ്, ഇത് SERT-യിലാണെങ്കിൽ അത് ഓർഗനൈസേഷൻ ആയിരിക്കും കേട്ടോ ഈ സ്ഥാനത്ത്. ഇതാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡിന് അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് റെന്റാണ്. റെന്റ് കൊടുക്കേണ്ട സ്ഥലങ്ങളാണെങ്കിൽ കൊടുക്കേണ്ടി വരും. ഇനി അയാളുടെ തന്നെയാണെങ്കിൽ അതിനും ഒരു വിലയുണ്ടല്ലോ. അയാളുടെ സ്വന്തം കെട്ടിടമാണെങ്കിൽ അവിടെ റെന്റിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തുവാണെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിലേക്ക് ആ വാല്യൂ അയാൾക്ക് ആഡ് ചെയ്തൂടെ. അയാളുടെ വീട്ടിലല്ലേ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാളുടെ സ്വന്തം ഓണർഷിപ്പിലുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട്, സോ അത് ആഡ് ചെയ്യണം. ഓക്കെ, റെന്റ്. ദെൻ ലേബറിന് കൊടുക്കേണ്ടി വരുന്നത് എന്താണ്? വേജ് അല്ലെ. ദെൻ ക്യാപിറ്റലിന് കൊടുക്കേണ്ടി വരുന്നത് എന്താണ്? അത് ഇൻട്രസ്റ്റ്. ദെൻ ഓൺട്രപ്രണർഷിപ്പ്, അതായത് അയാളുടെ ഇനീഷ്യേറ്റീവ് ആണത്. സോ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ്, അത് അയാൾക്കാണ്. ഒബ്വിയസ്ലി ഇതായിരിക്കും ബാക്കിയുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ. കാരണം ഓൺട്രപ്രണർ ആണ് അതിന്റെ റിസ്ക് ഏറ്റെടുക്കുന്നത്. ഒരു സംഭവം ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങി അത് സക്സസ് ആവോ ഫെയിലിയർ ആവോ ഒന്നും അറിയാതെ ചെയ്യുന്നത് അയാളായതുകൊണ്ട് മോസ്റ്റ് റിസ്കി ആയിട്ടുള്ള ഒരു സംഭവം ഓൺട്രപ്രണറിനായതുകൊണ്ട് പ്രോഫിറ്റ് ഓൺട്രപ്രണറിനായിരിക്കും. ഓക്കെ, അതിന്റെ വാല്യൂ കൂടുതലുമായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതും ചോദിക്കാറുണ്ട്. ദ മോസ്റ്റ് ആക്റ്റീവ് ഫാക്ടേഴ്സ് ടേക്കിംഗ് പാർട്ട് ഇൻ കേസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബറും ഓൺട്രപ്രണർഷിപ്പുമാണ്. പറയുന്നത് ഇതിന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് രണ്ടുമാണല്ലോ. ബാക്കി ലാൻഡ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും അത് പാസീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും അയാൾ ഒരു ബോട്ടിന് വിലയിടുന്നത്. ഇതൊരു 20, 20, 20, ദെൻ 40 ഇങ്ങനെയാണെങ്കിൽ 100 രൂപയാണ് അയാൾ അവിടെ ചെരുപ്പിന് ഇടുന്നതെന്ന് വിചാരിക്കാം. സോ ഈ ഒരു സംഭവത്തിന്റെ പ്രൊഡക്ഷനിൽ 100 രൂപ വന്നതിന് ഈ പറയുന്ന ഫാക്ടേഴ്സുകളുടെ എല്ലാവരുടെയും മൂല്യം അതിൽ വന്നു അല്ലെ. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ ഈ 100 രൂപ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓരോന്നിനും അയാൾ മുടക്കേണ്ടി വന്ന തുകയാണ്. അതാണ് ഈ 100 rupees എന്ന് പറയുന്നത്. ഇനി ഈ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ അയാൾ ചില ഇൻഡയറക്ട് ടാക്സസുകളും കൊടുക്കേണ്ടി വരും. ഈ സംഭവത്തിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട്, ഓരോ സ്ഥലത്ത് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ, ഓരോ സ്റ്റേറ്റിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതുപോലെ ഓരോന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് പല ടാക്സുകൾ ഉണ്ടാവും. ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ടാക്സുകൾ. ഈ ഇൻഡയറക്ട് ടാക്സസ് ചെയ്യുന്ന ചിലത് ചിലപ്പോൾ അയാളുടെ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് അയാൾക്ക് സബ്സിഡി ആയിട്ടും കിട്ടാം. ഗവൺമെന്റ് സബ്സിഡീസോ അങ്ങനെ വല്ലതും വിലക്കുറവിലും കിട്ടാം. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന ഇൻഡയറക്ട് ടാക്സസ് ചെയ്യുന്നതിൽ നിന്ന് സബ്സിഡീസും കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഈ പറയുന്ന മൊത്തം തുക, അതിപ്പോൾ ഇത് 100 പ്ലസ് ഇതെല്ലാം കഴിഞ്ഞൊരു 40 rupees ആണ് എങ്കിൽ 140 rupees-നായിരിക്കും മാർക്കറ്റ് പ്രൈസ് ആയിട്ട് അതിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ്. പക്ഷേ നമ്മൾ ഈ I - S എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് നെറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെറ്റ് ഇൻഡയറക്ട്
ടാക്സസ്, അതായത് ഇൻഡയറക്ട് ടാക്സസിൽ നിന്ന് സബ്സിഡി കുറച്ചിട്ട് നെറ്റ് നിന്ന് എവിടെ കണ്ടാലും അതിന്റെ ഉദ്ദേശം എന്തിൽ നിന്നോ എന്തോ കുറച്ചിട്ട് ബാക്കിയുള്ളതെന്നാണ്. അപ്പോൾ ഈ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള GDPയും NNPയും ഒക്കെ കാണുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ എഴുതിയിട്ടുള്ളത് GDP is the market value of all final goods and services produced within a domestic territory of a country measured in a year. All production done by the national residents or the non-residents in a country gets included. അപ്പോൾ ഈവൻ ഇന്ത്യയുടെ ടെറിട്ടറിയുടെ ഉള്ളിൽ ഇന്ത്യക്കാരല്ലാത്തവർ പ്രൊഡ്യൂസ് ചെയ്താൽ പോലും, ഇന്ത്യക്കാരല്ലാത്ത ആൾക്കാർ മറ്റു വല്ല വിദേശ രാജ്യത്ത് നിന്നുള്ളവർ ഈ നമ്മുടെ രാജ്യത്ത് വന്ന് നിന്ന് എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എല്ലാം മാർക്കറ്റ് പ്രൈസിൽ കണക്കാക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ C+I+G+X-M എന്ന് പറയുന്ന സാധനം. ഇതില് C എന്ന് പറയുന്നത് കൺസംഷൻ, ഫൈനൽ കൺസംഷന് എത്രത്തോളം എക്സ്പെൻഡിച്ചർ വന്നു ഒരു രാജ്യത്തിന്റെ. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതായത് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ X-M എന്ന് പറയുന്നത് എക്സ്പോർട്ടിന്റെ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എക്സ്പെൻഡിച്ചർ മൈനസ് ഇമ്പോർട്ടിന്റെ എക്സ്പെൻഡിച്ചർ, അതായത് എത്രത്തോളം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇതാണ് C+I+G+X-M. ഓക്കെ, ഇനി GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MP = FC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് എന്ന് കാണുന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് കാണാം. അതായത് FC എന്ന് പറയുന്നത് MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് എന്നായിരിക്കും. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ മാർക്കറ്റ് പ്രൈസിലുള്ളത് കുറച്ചിട്ടായിരിക്കും, അതായത് MP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് ആയിരിക്കും. അതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അവിടെ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് NDP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നെറ്റ് എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു എന്തിൽ നിന്നോ എന്തോ കുറയ്ക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് NDP ആയതുകൊണ്ട് അത് GDPയിൽ നിന്ന് കുറയ്ക്കുന്നതാണ്. GDPയിൽ നിന്ന് എന്താ കുറയ്ക്കുന്നത്? ഡിപ്രീസിയേഷൻ. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് കുറെ മെഷീനറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെ, അപ്പൊ അതിന്റെയൊക്കെ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും, അതിപ്പോൾ എന്തെങ്കിലും വേറെ ആൻഡ് ടയർ ഒക്കെ കാലക്രമേണ മെഷീൻസിന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു തുക മാറ്റി വെക്കേണ്ടി വരും അല്ലെ, തേയ്മാന ചെലവെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അത് കുറച്ചിട്ടുള്ള ഇൻകം അല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മെഷീനറീസ് ഒക്കെ ഇതാക്കാൻ. അപ്പോൾ ഈ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അത് തന്നെ നമുക്ക് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും കാണാൻ പറ്റും. അപ്പോൾ എന്ത് ഇക്വേഷനും നിങ്ങൾക്കിപ്പോൾ NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് എഴുതാൻ പറ്റും. ഇനി NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ എഴുതാൻ പറ്റും. ഇനി തിരിച്ച് നമുക്കിപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത്, നമുക്ക് ഇത് കാണണമെങ്കിൽ എന്താണ്, അതായത് NDP അറ്റ് MP ആണ് കയ്യിലുള്ളത്, GDP അറ്റ് FC കാണണമെങ്കിൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ പോരെ, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇങ്ങനെയാണ് അത് കണ്ടെത്താറുള്ളത്. ഓക്കെ, അതാണ് അവിടെ എത്ര എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്? അവിടെ വ്യത്യാസമുണ്ട്. നമ്മൾ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് GDPയിൽ പറഞ്ഞത് എങ്കിൽ ഇവിടെ GNP എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇസ് മെഷർഡ് അറ്റ് ദ മാർക്കറ്റ് പ്രൈസസ് ഇൻ എ ഇയർ ഇഫ് വി ആർ കൺസിഡറിംഗ് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അതായത് ഇന്ത്യക്കാരായ എല്ലാവരും എവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നോ അതിന്റെ ഫൈനൽ ഇൻകം, അതിന്റെ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാരായവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് മറ്റേത് രാജ്യത്ത് നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്താലും അതൊക്കെ GNPയിൽ വരും. ഓക്കെ, ബട്ട് നമ്മൾ ആ ഇക്വേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? GNP അറ്റ്, ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാം, GNP എന്ന് പറയുന്നത് ആക്ച്വലി GDPയിൽ എന്ത് വരും? ഈ പറയുന്ന ഇന്ത്യക്കാരായ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഉള്ളിൽ ഇന്ത്യക്കാരായ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വരും, ഫോറിനേഴ്സും ഉൽപ്പാദിപ്പിക്കുന്നത് വരും, ഇന്ത്യയുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നവര് പ്ലസ് നമ്മൾക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി ഇന്ത്യക്കാരായവർ ഉൽപ്പാദിപ്പിക്കുന്നത് കൂട്ടണ്ടേ, വേണം. അപ്പോൾ അതേസമയം ഈ പറയുന്ന ഇന്ത്യക്കാരല്ലാത്ത ഫോറിനേഴ്സ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയ്ക്കുകയും വേണം. അതിനാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഒരു ക്വാണ്ടിറ്റിനെ ഒന്നിൽ നിന്ന് കുറച്ച് ഒരു സംഭവം എന്നുള്ള രീതിയിലാണ്. അതായത് A എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പൊ ഏതാണോ അതിനനുസരിച്ച് ഇപ്പോൾ ഇന്ത്യക്കാരായ ഫോറിനേഴ്സ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് ഇവിടെ കൂട്ടേണ്ടത് കൂട്ടേണ്ടത് ഇന്ത്യക്കാരായ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, എന്നാൽ കുറയ്ക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഇന്ത്യക്കാരല്ലാത്ത ഫോറിനേഴ്സ് ഇവിടെ ഇന്ത്യയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അത് നമുക്ക് മാർക്കറ്റ് പ്രൈസിലും കാണാം, ഫാക്ടർ കോസ്റ്റിലും കാണാം. ഓക്കെ, അതാണ് ഇവിടെ മൊത്തം എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നമ്മൾ നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് എപ്പോഴും PYQ ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ചോദ്യമാണത്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഓക്കെ, അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ബൗണ്ട് ബൈ പ്രൊഡക്ഷൻ ഇൻ ദ നാഷണൽ ബൗണ്ടറീസ്. ഇറ്റ് ഇസ് ദ നെറ്റ് ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം ആഡഡ് വിത്ത് ദ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞതിന്റെ എക്സ്പാൻഷൻ മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, NNP അറ്റ് FC ആണ് ഒഫീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആസ് നാഷണൽ ഇൻകം. ഇനി GVA അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്. ഗ്രോസ് വാല്യൂ ആഡഡ് എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി.
എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ GVA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സബ്ട്രാക്ടിങ് ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഫ്രം ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ. അതായത് ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂവിൽ നിന്ന് ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂവിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷന് വേണ്ട സംഭവങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ചില ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യും പല കാര്യങ്ങളുടെയും മറ്റുള്ള സംഭവങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അത് കുറച്ച് കിട്ടുന്നതാണ് ഗ്രോസ് വാല്യൂ ആഡഡ്. ഇത് ആക്ച്വലി സെക്ടോറിയൽ കോൺട്രിബ്യൂഷൻ, അതായത് ഓരോ സെക്ടർ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ പറഞ്ഞു, ഇങ്ങനത്തെ ഓരോ സെക്ടർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ 2015 മുൻപ് വരെ GDP ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO ഈ പറയുന്ന സെക്ടോറിയൽ കോൺട്രിബ്യൂഷന് എത്രത്തോളം എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ജാനുവരി 2015 തൊട്ട് GVA ആണ് ഇത് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല. ബാക്കി നമ്മൾ ഈ ബോക്സിൽ കണ്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ഇനി നമ്മളുടെ ഇതിൽ ചോദിച്ച മറ്റു ചോദ്യങ്ങൾ, നാഷണൽ ഡിസ്പോസബിൾ ഇൻകം ആൻഡ് പ്രൈവറ്റ് ഇൻകം. എന്താണ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം? ഡിസ്പോസബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെ. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് മാർക്കറ്റ് പ്രൈസസ് NNP അറ്റ് MP പ്ലസ് അതർ കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ നാഷണൽ ഡിസ്പോസബിൾ ഇൻകം, ഒരു രാജ്യത്തിന് കിട്ടുന്ന ഇൻകം എത്രത്തോളം അത് പല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിലുള്ള NNPയിലേക്ക് കുറച്ചും കൂടെ അതർ കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മറ്റുള്ള റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫേഴ്സ് അതും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, വാട്ട് ഇസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദ ഡൊമസ്റ്റിക് ഇക്കണോമി ഹാസ് അറ്റ് ഇറ്റ്സ് ഡിസ്പോസൽ. ഉപയോഗിക്കാൻ എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട് ഒരു നേഷന് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡ് ഐറ്റംസ് സച്ച് ആസ് ഗിഫ്റ്റ്സ്, എയ്ഡ്സ് എക്സെട്ര. മറ്റുള്ള രാജ്യങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യങ്ങളെയും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ സഹായിക്കാറില്ലേ, അതും ഇതിൽ വരും. സോ അതാണ് നെറ്റ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ പ്രൈവറ്റ് ഇൻകം, ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് അത്രയും നോക്കണമെന്നില്ല. പ്രൈവറ്റ് ഇൻകത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ആണ്. എന്താണ് പേഴ്സണൽ ഇൻകം? ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ നാഷണൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് പേഴ്സണൽ ഇൻകം അറിയണം, എത്രയാണ് ഒരു രാജ്യത്തിന്റെ പേഴ്സണൽ ഇൻകം. ആ നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് കുറയ്ക്കണം. ഇത് കാണാതെ പഠിക്കുന്നേക്കാളും കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കാം. നാഷണൽ ഇൻകത്തിൽ നിന്ന് ഒരു രാജ്യത്തിന് കിട്ടുന്ന പല കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ്, ലാഭങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ പല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതൊക്കെ വെച്ചിട്ടുള്ള പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ്സ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ വിധിച്ചു തരുന്നുണ്ടോ? ഇല്ലല്ലോ. സോ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് അതിൽ നിന്ന് കുറയ്ക്കണം. ഇനി നെറ്റ് അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇപ്പൊ ഷെയർ മാർക്കറ്റ് പോലത്തെ സംഭവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രോഫിറ്റ് ഷെയർ കിട്ടും. അല്ലാതെയുള്ള പ്രോഫിറ്റുകൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ്സ്. അതായത് ഈ ഇതിൽ നിന്ന് പിന്നെ ഇതാക്കേണ്ട എന്താണ്, ചില ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നതായിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ, ദെൻ കോർപ്പറേറ്റ് ടാക്സ്, രാജ്യത്തിന്റെ കോർപ്പറേറ്റ്, ഇപ്പോൾ രാജ്യത്ത് നമ്മൾ കൊടുക്കുന്ന കോർപ്പറേറ്റ് ടാക്സിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് രാജ്യത്തിന് ലഭിക്കുന്നതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇൻകത്തിൽ വരുമോ? ഇല്ല. ദെൻ പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ്സ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ഫേംസ്. അതായത് ചിലപ്പോൾ ഗവൺമെന്റ്സോ മറ്റുള്ള ഫേംസോ ഒക്കെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് കൊടുക്കും. ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ, സാലറി, ഇനി പല ഫേംസിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ്, ഇതൊക്കെ വരില്ലേ, അതാണ് പേഴ്സണൽ ഇൻകം. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ പേഴ്സണലി നമുക്ക് കിട്ടുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഇൻകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റ്, പിന്നെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സിന് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, കുറയ്ക്കണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ്, അത് അവരുടെ പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. ദെൻ പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ടു ദ ഹൗസ് ഹോൾഡ്സ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ഫേംസ്. ഇത് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചില്ലേ? ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ഉണ്ട്. എന്താണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം? അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങൾക്കും നടത്താൻ വേണ്ടി അയാൾക്ക് എത്രത്തോളം വിനിയോഗിക്കാനുള്ള പണമുണ്ട്, അയാളുടെ കാര്യങ്ങളൊക്കെ വിനിയോഗിക്കാനുള്ള, അയാൾക്ക് പേഴ്സണലി ഒരു ഇൻകം ഉണ്ട്, പക്ഷേ അയാൾക്ക് ഡിസ്പോസബിൾ, അതായത് അയാൾക്കുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി എത്രയുണ്ട് എന്നുള്ളതാണ്. അതിന് പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സും നോൺ ടാക്സ് പേയ്മെന്റ്സും കുറച്ചാൽ മതി. അതായത് അയാൾക്ക് കിട്ടുന്ന പേഴ്സണൽ ഇൻകം, ഒരു വ്യക്തിക്ക് ഒരു ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക, പേഴ്സണൽ ഇൻകം. അതിൽ എന്താണ് പേഴ്സണൽ ഇൻകം എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? അയാൾ പേഴ്സണലി അടയ്ക്കുന്ന ടാക്സുകൾ ഉണ്ടായിരിക്കും അല്ലെ, പല ടാക്സുകൾ ഉണ്ടായിരിക്കും, അയാളുടെ ഇൻകം ടാക്സ് ഉണ്ടായിരിക്കും, പലതുണ്ടായിരിക്കും, അത് കുറയ്ക്കണം. ഒപ്പം ടാക്സ് അല്ലാത്ത ടാക്സ് ഇതര പേയ്മെന്റുകൾ ഉണ്ടായിരിക്കും, അതായത് അയാൾക്ക് എന്തെങ്കിലും ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ടാവും, ഫീസ് ആയിട്ട് പലർക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും, പല സർവീസസ് കിട്ടണതിന്റെ ഭാഗമായിട്ട്, അത് കുറയ്ക്കേണ്ടത്. ഇതാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യം കിട്ടുമ്പോഴും പഠിക്കാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിയേ, ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം. ഞാൻ പറഞ്ഞു പേഴ്സണൽ ഇൻകത്തിൽ പല ട്രാൻസ്ഫർ പേയ്മെന്റ്സും എന്ത് ചെയ്യും, ഇപ്പോൾ സർക്കാർ നമുക്ക് തരുന്ന സാലറി, പെൻഷൻ ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടും. സോ അത് പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അത് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഡിസ്പോസബിൾ ഇൻകം ഇൻക്ലൂഡ്സ് ഡയറക്ട് ടാക്സ് പേയ്മെന്റ്സ്. ഡിസ്പോസബിൾ അതായത് അയാൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നതിൽ, അതായത് ഡയറക്ട് ടാക്സ് പേയ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡ് ആണോ ചെയ്യുന്നത്? പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഈ പറയുന്ന ഡയറക്ട് ടാക്സ് പേയ്മെന്റ്സ് കുറയ്ക്കണം, നോൺ ടാക്സ് പേയ്മെന്റ്സും കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്ക്ലൂഡ് അല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. NNP at factor cost includes indirect tax payments. NNP at factor cost ല് indirect tax payments include ചെയ്യുന്നുണ്ട്. NNP at market price എന്ന് പറയുന്നത് NNP at factor cost plus net indirect taxes ആണ്. അപ്പോൾ NNP at factor cost ൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ എങ്ങനെ വരും? ഞാൻ ഒന്ന് മാറ്റിയിട്ട് NNP at
മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് അല്ലേ ഈ പറയുന്ന NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. സോ എക്സ്ക്ലൂഡ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓൺലി വൺ. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. കോൺസെപ്റ്റ് പഠിച്ചിട്ട് ആൻസർ ചെയ്യാം. സോ ഓൾ ക്വസ്റ്റൻസ് വിൽ ബി ഈസി. എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതിന് ഇങ്ങനത്തെ കൺസെപ്റ്റുവൽ നോളജ് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ കുറച്ച് നേരം എടുത്തിട്ടാണെങ്കിൽ പോലും നാഷണൽ ഇൻകത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇനി അടുത്ത ചോദ്യം വരുമ്പോൾ നിങ്ങൾ സെക്ടേഴ്സ് നോക്കി, ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഏത് സെക്ടർ, അപ്പോൾ നിങ്ങൾ സെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം. അവിടെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെർഷറി എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, ഇനി നാഷണൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ GDP അറ്റ് നോമിനൽ പ്രൈസ്, റിയൽ GDP, നോമിനൽ GDP ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഞാനിപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ വെച്ചിട്ട് പറഞ്ഞത്. നമുക്ക് ഇനി ഇപ്പോൾ ഇത് തന്നെ കുറച്ച് ലെങ്തിയർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ വഴി നമുക്ക് ഓരോ കോൺസെപ്റ്റുകൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങളെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കേട്ടോ ഞാൻ ശ്രമിക്കുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ വൃന്ദാവൻ PC വേൾഡ്. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. എനിക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.